ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്നത് ഉടുമൽപേട്ട, പൊള്ളാച്ചി, കോയമ്പത്തൂർ, ഈറോഡ് വരെയുള്ള യാത്രയിലുള്ള ചില ദൃശ്യങ്ങളാണ് കാണിക്കുന്നത്. ഈ കാണുന്നത് പൊള്ളാച്ചിയിലുള്ള തെങ്ങുംതോപ്പുകളാണ് കേട്ടോ. ഇത് പറഞ്ഞാൽ ഈ കേരളം എന്നുള്ള പേര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാടിനാണ് ഇടേണ്ടത്. അതുപോലെ ഇഷ്ടം പോലെ തെങ്ങുംതോപ്പുകളാണ്. ഈ കാണുന്നത് തെങ്ങുംതോപ്പിനകത്തുള്ള കൊക്കോ കൃഷിയാണ്. ഈ കൊക്കോ കൃഷി ചെയ്തേക്കുന്നതാണ് ഈ തെങ്ങുംതോപ്പിനകത്ത് കേട്ടോ. അധികം താമസിക്കാതെ നമ്മുടെ തമിഴ് മക്കൾ ഇതിനകത്തെല്ലാം ഏലം കൃഷി ചെയ്യും കേട്ടോ. നമ്മുടെയൊക്കെ നാട്ടിലെ ഏലക്കൃഷി അതുവരെ അവർ ചെയ്യും, കണ്ടിരുന്ന് കാണാം. ഈ കാണുന്നത് അവിടുത്തെ സവോള ഉള്ളിക്കൃഷിയാണ് കേട്ടോ. ഉള്ളിത്തോട്ടമായി കാണുന്നത്. ഇവിടുത്തെ ഈ കർഷകർക്ക് ഗവൺമെൻറ് കൊടുക്കുന്ന പ്രയോറിറ്റിയും മുൻഗണനയും അതുപോലെ അവർക്ക് കൊടുക്കുന്ന വളങ്ങൾ, മെഷീനുകളെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് സാധനങ്ങളാണ്. ഈ ഉള്ളിക്കൃഷിയുടെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഉള്ളൊരു തക്കാളിത്തോട്ടമാണിത്. ഇത് ഒരു വിളവെടുത്ത് പോയതാണ്, അടുത്ത വിളവെടുക്കാൻ വേണ്ടി ആയി വരുന്നേ ഉള്ളൂ കേട്ടോ ഈ സംഭവം. എവിടെ നോക്കിയാലും തെങ്ങുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ കായും ഫലങ്ങളുള്ള തെങ്ങാണിത് മൊത്തം. അതുപോലെ തേങ്ങയുണ്ട് ഈ തെങ്ങുകളിൽ. ഇതവിടുത്തെ ചോള, അതിൻ്റെ തക്കാളിയുടെ ഇപ്പുറത്ത് തന്നെ ഒരു ചോള കൃഷി ചെയ്തേക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഈ കൃഷി ചെയ്യുന്ന കൃഷിഭൂമിയിലെല്ലാം മിക്ക സ്ഥലങ്ങളിൽ ഈ കാറ്റാടിപ്പാടമാണ്. കാറ്റാടി ഇതുണ്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂരെത്തി. കോയമ്പത്തൂരിൽ നിന്ന് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോവാണ്. യാത്ര ചെയ്ത് ക്ഷീണിക്ക് വഴിസൈഡിൽ ഒരു തട്ടുകടയിൽ ഇറങ്ങി വെള്ളം വീഡിയോ എടുത്തിട്ടുണ്ടോ? അതൊരു വ്യത്യസ്തമായ സാധനമാണ്. കേരള ഫുള്ള പറവർക്ക്. ആ
பாப்புலர். இதுக்கு பேர் என்னக்கா? ஆலிவேரா ஜூஸ். ஆலோவேரா ஜூஸ். இதில் என்னென்ன ஐட்டம் மிக்ஸ் பண்ணுறேன்? பாதாம் பிசினு, ஆ சப்ஜா, ஜீரு, ஆ லெமனு, ஆ அப்புறம் நாட்டு சக்கரை, பனங்கற்கண்டு, ஆமாம். அப்புறம் வந்து கற்றாழை, ஆலோவேரா. ஆ 4, 5, 6 ஐட்டம் இருக்குது. ம். அது பனங்கற்கண்டு. ஆ ஊரில் உண்டுல இது? இல்லை இல்லை, இந்த மாதிரி ஐட்டமே அங்கே கிடையாது. இருக்கு தெரியாது, ஆனால் அவ்வளோ கிடையாது. முதல்ல நான் இங்கே தான் பார்க்குறது. இது ஆலோவேரா. ஆலோவேரா ஜூஸ். ആലോവേര ജ്യൂസ് കൊണ്ടാക്കുന്ന അവള് ഇച്ചിരി വീട്ടിലായിരുന്നെങ്കിൽ മുഖത്തൊക്കെ കൂട്ടുകാരെ, യാത്രാക്ഷീണം കൊണ്ട് രണ്ടുപേര് കിടക്കുന്ന സ്ഥലം കണ്ടോ? പെരുവഴിയിലായി. ഇഷ്ടപ്പെട്ട ടോഷുന്? ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത സ്ഥലത്തെ പറ്റി അറിയാം. എല്ലാവർക്കും താങ്ക് യു.